പരാജയപ്പെട്ട നക്ഷത്രം എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ഈ വാതക ഭീമനെക്കുറിച്ച് ശാസ്ത്രം ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ അയച്ചിട്ടുള്ള സകല ദൗത്യങ്ങളെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യന് വളരെ അനായാസമായി കാണാനും തിരിച്ചറിയാനും സാധിക്കുന്ന ഒരു ഗ്രഹമാണ് ജൂപ്പിറ്റർ. രാത്രിയിൽ ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രകാശ ബിന്ദുവായി നമ്മുടെ പൂർവികർ അവനെ കണ്ടിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാണ് ആദ്യമായി തിരിച്ചറിഞ്ഞതെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അനേകം നക്ഷത്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവനെ തിരിച്ചറിഞ്ഞതെന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് നോക്കൂ. ഒന്നിലധികം നക്ഷത്രങ്ങൾ കൂടിച്ചേർന്ന് ഒരു സാങ്കല്പിക രൂപമുണ്ടാകുന്നത് കാണുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ നക്ഷത്രരാശി അല്ലെങ്കിൽ സ്റ്റാർ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒറിയോൺ സ്റ്റാർ കോൺസ്റ്റലേഷൻ. അതിന് ഒരു വേട്ടക്കാരൻ്റെ രൂപമാണ്. ആ നക്ഷത്രങ്ങളുടെ കൂട്ടം എപ്പോഴും ഒന്നിച്ചായിരിക്കും ആകാശത്തൂടെ സഞ്ചരിക്കുന്നതായി നമ്മൾ കാണുന്നത്. നമ്മുടെ കാഴ്ചയിൽ അതിലെ ഓരോ നക്ഷത്രങ്ങളും തമ്മിൽ ദൂരം തുല്യമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവയെല്ലാം വ്യത്യസ്തമായ വേഗതയിൽ വ്യത്യസ്ത ദിശകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ നിന്നും അനേകം പ്രകാശവർഷം അകലെയായതുകൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. ഒരു പ്രകാശവർഷം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകാശം ഒരു വർഷം യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ്. ഒരു സെക്കൻഡിൽ പ്രകാശത്തിന് ഏകദേശം 3 ലക്ഷം കിലോമീറ്ററിന് അടുത്തുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇതൊക്കെ നൂറുകണക്കിന് പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളാണ്. ഓറിയോൺ ബെൽറ്റിലുള്ള സകല നക്ഷത്രങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയി വിശദീകരിച്ചുകൊണ്ട് മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിക്കുക. നക്ഷത്രങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങൾ അങ്ങനെയല്ല. അവ നമ്മുടെ തൊട്ടരികിലാണ്. ജൂപ്പിറ്റർ ഭൂമിയുമായി ഉണ്ടാക്കുന്ന ശരാശരി ദൂരം 62 കോടി കിലോമീറ്ററാണ്. അത് ഈ നക്ഷത്രങ്ങളുടെ ദൂരവുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ തീർത്തും നിസാരം. അതുകൊണ്ട് തന്നെ അവയുടെ സഞ്ചാരം കൃത്യമായിട്ട് നമുക്ക് ആകാശത്ത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നക്ഷത്രങ്ങൾ ഒരു ഗ്രൂപ്പായി സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ ഒരു ഗ്രൂപ്പിലും പെടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ അല്ലെങ്കിൽ പ്രകാശ ബിന്ദുക്കളെപ്പോലെ ഗ്രഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവ ഒരു തരത്തിലുള്ള സ്റ്റാർ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്ര രാശികളും ഉണ്ടാക്കുന്നില്ല. രാത്രികാലങ്ങളിൽ പ്രാചീന മനുഷ്യന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവൻ ആ രാത്രി സമയങ്ങളിലൊക്കെ ആകാശത്തെ എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കും. അങ്ങനെ സ്ഥിരമായി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന് വളരെ അനായാസമായിട്ട് തന്നെ ഗ്രഹങ്ങളെയും അതുപോലെ നക്ഷത്രങ്ങളെയും വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തുകൂടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രകാശ ബിന്ദുവിനെ പോലെ തോന്നിക്കുന്നതുകൊണ്ട് പ്രാചീന ഗ്രീക്ക് മനുഷ്യർ ഈ ഗ്രഹങ്ങളെ പ്ലാനറ്റായി എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. പ്ലാനറ്റായി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെന്നാണ്. അതിൽ നിന്നാണ് ഇന്ന് നമ്മൾ പറയുന്ന പ്ലാനറ്റ്സ് എന്ന പദമുണ്ടായത്. 1610 വരെ ഈ പ്ലാനറ്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകാശ ബിന്ദു മാത്രമായിരുന്നു. എന്നാൽ അതിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത് ഗലീലിയോ കാരണമാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു കൗതുകം കാരണമാണ്. 1610 മുൻപും ഇവിടെ ടെലസ്കോപ്പുകളുണ്ട്. ആ ടെലസ്കോപ്പുകൾ വളരെയധികം വിദൂരതയിലുള്ള ആഴക്കടലിലുള്ള കപ്പലുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ ആ കപ്പലിലുള്ള ആളുകൾക്ക് ലൈറ്റ് ഹൗസുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരു മനുഷ്യൻ ടെലസ്കോപ്പിനെ ആകാശത്തേക്ക് ഉയർത്തി അവിടെയുള്ള വർണ്ണക്കാഴ്ചകൾ കാണാൻ ശ്രമിച്ചു. ആ വ്യക്തിയാണ് ഗലീലിയോ ഗലീലി എന്ന ഇറ്റാലിയൻ ആസ്ട്രോണമർ. അദ്ദേഹം വ്യാഴത്തിലേക്ക് ആ ടെലസ്കോപ്പിലൂടെ നോക്കി. വെറും ഒരു പ്രകാശ ബിന്ദു മാത്രമാണെന്ന് അന്നുവരെ കരുതിയിരുന്ന വസ്തു അതൊരു പ്രകാശ ബിന്ദുവേ അല്ല, നമ്മുടെ ഭൂമിയെപ്പോലുള്ള ഒരു ലോകമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മാത്രമല്ല, ജൂപ്പിറ്റർ എന്ന ആ വലിയ ലോകത്തിൻ്റെ തൊട്ടരികിൽ 4 ചെറു ലോകങ്ങൾ കൂടി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ ഈ നിരീക്ഷണം അദ്ദേഹം പതിവാക്കി. അതിലൂടെ ഒരു കാര്യം ബോധ്യം വന്നു. ആ 4 ചെറു ലോകങ്ങളും ആ വലിയ ലോകമായ ജൂപ്പിറ്ററിന് ചുറ്റുമായി വലം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, അത് 4 ഉപഗ്രഹങ്ങളാണ്. ഈ 4 ഉപഗ്രഹങ്ങളാണ് പിന്നീട് ഗലീലിയൻ മൂൺസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അയോ, യൂറോപ്പ, കല്ലിസ്റ്റോ, ഗനിമേഡെ എന്ന പേരിലാണ് ആ 4 ഉപഗ്രഹങ്ങളും അറിയപ്പെടുന്നത്. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ വെറും 4 ഉപഗ്രഹങ്ങളെ അല്ല നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്, മറിച്ച്
97 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യനിൽ നിന്നും 5ാം സ്ഥാനമാണ് ജൂപ്പിറ്ററിനുള്ളത്. സൂര്യൻ്റെ ഏറ്റവും അരികിൽ സ്ഥിതി ചെയ്യുന്നത് മെർക്കുറി കഴിഞ്ഞാൽ പിന്നെ വീനസ്, അതിനുശേഷമാണ് ഭൂമി വരുന്നത്. അത് കഴിഞ്ഞ് മാർസ്, അതിനുശേഷമുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിംഗ് കഴിഞ്ഞാണ് ജൂപ്പിറ്ററിൻ്റെ സ്ഥാനം. സൗരയൂഥത്തിൽ അടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങളുടെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 99% പിണ്ഡവും സൂര്യൻ്റെ പിണ്ഡമാണ്. ബാക്കി അവശേഷിക്കുന്ന 1%, ആ 1%മാണ് ഇവിടെയുള്ള എല്ലാ പ്ലാനറ്റുകളിലും, ഡ്വാർഫ് പ്ലാനറ്റുകളിലും, ആസ്ട്രോയിഡുകളിലും, കോമറ്റുകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. ജൂപ്പിറ്റർ ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും മാസ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ജൂപ്പിറ്ററിൻ്റെ മാസ് പരിശോധിക്കുക. ജൂപ്പിറ്ററിൻ്റെ മാസ് ബാക്കിയുള്ള സകല പ്ലാനറ്റുകളുടെയും മാസിൻ്റെ 2.5 ഇരട്ടിയാണ്. ജൂപ്പിറ്ററിൻ്റെ മാസ് ഇത്രയധികം ആയതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലുള്ള സകല സെലസ്റ്റിയൽ ബോഡികൾക്കും ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സൂര്യനും പെടും. നമ്മുടെ സൗരയൂഥം ഈ ഒരു രൂപത്തിലായിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ജൂപ്പിറ്ററിൻ്റെ സ്ഥാനവും അതിൻ്റെ പിണ്ഡവുമാണ്. ജൂപ്പിറ്റർ ഒരു റോമൻ പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം ദൈവങ്ങളുടെ രാജാവ് എന്നാണ്. നമ്മുടെ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമൊന്നുമല്ല ജൂപ്പിറ്റർ. ഭൂമിയിൽ നമുക്ക് കാലുറച്ച് നിൽക്കാൻ സാധിക്കും, പക്ഷേ ജൂപ്പിറ്ററിൽ ആർക്കും പോയി നിൽക്കാൻ സാധിക്കില്ല. കാരണം അവിടെ നിൽക്കാൻ കൃത്യമായിട്ടുള്ള ഒരു പ്രതലമില്ല. അവിടുത്തെ പ്രതലവും അന്തരീക്ഷവും പരസ്പരം കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. അവിടെ അടങ്ങിയിരിക്കുന്നത് വാതകങ്ങളാണ്. പ്രധാനപ്പെട്ട അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹീലിയവും ഹൈഡ്രജനുമാണ്. അതെ, നമ്മുടെ സൂര്യന് സമാനമാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ഹീലിയവും, അതുപോലെ സൂര്യനിലും ഹൈഡ്രജനും ഹീലിയവുമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജൂപ്പിറ്ററിനെ എല്ലാവരും പരാജയപ്പെട്ട നക്ഷത്രമെന്ന് വിളിക്കുന്നത്. കാരണം അതിന് കുറച്ചുകൂടെ മാസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പിണ്ഡമുണ്ടായിരുന്നെങ്കിൽ അതൊരു ഗ്രഹമായിരിക്കില്ലായിരുന്നു, അതൊരു നക്ഷത്രമായേനെ. അതെ, പരാജയപ്പെട്ട ഒരു നക്ഷത്രമാണ് ജൂപ്പിറ്റർ. അതിന് എത്രമാത്രം മാസ് കൂടെ അഡീഷണലായിട്ട് വേണമായിരുന്നു? ഇപ്പോഴുള്ള മാസിൻ്റെ 75 മുതൽ 80 ഇരട്ടി മാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു നക്ഷത്രമായി മാറിയേനെ. 75 മുതൽ 80 ഇരട്ടി എന്ന് പറയുന്നത് അത് വളരെയധികം മാസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിനെ പരാജയപ്പെട്ട ഒരു നക്ഷത്രമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ സാധിക്കുന്ന മറ്റൊരു സെലസ്റ്റിയൽ ബോഡിയുണ്ട്, അതാണ് ബ്രൗൺ ഡ്വാർഫുകൾ. ബ്രൗൺ ഡ്വാർഫിന് അതിൻ്റെ ഇപ്പോഴുള്ള മാസിൻ്റെ ഒരു 13 ഇരട്ടി മാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു നക്ഷത്രമായി മാറിയേനെ. ഒരു നക്ഷത്രമാകുന്നത് അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തിന് വിധേയമാകുമ്പോഴാണ്. അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ താപനിലയും പ്രഷറും വളരെ വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ശക്തമായിട്ടുള്ള മാസാണ്. അങ്ങനെ അതിശക്തമായിട്ടുള്ള ഒരു പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടാകുമ്പോൾ മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന വലിപ്പം കുറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാകുന്നു. അതിലൂടെ താരതമ്യേന ഭാരക്കൂടുതലുള്ള ആറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിനു പുറമെ അതിശക്തമായിട്ടുള്ള ഊർജവും വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നു. അത് കാരണമാണ് നക്ഷത്രങ്ങൾ കത്തി ജ്വലിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും ഒരു തീഗോളമൊന്നുമല്ല, അവിടെ നിന്നുണ്ടാകുന്ന ഊർജമാണ് കത്തുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂപ്പിറ്ററിനെ പരാജയപ്പെട്ട ഒരു നക്ഷത്രമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കണം. സൂര്യനിൽ നിന്ന് എത്തിച്ചേരുന്ന, ജൂപ്പിറ്ററിൻ്റെ പ്രതലത്തിൽ എത്തിച്ചേരുന്ന പ്രകാശത്തേക്കാൾ കൂടുതൽ പ്രകാശം അല്ലെങ്കിൽ ഊർജം ജൂപ്പിറ്റർ സ്വയം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ജൂപ്പിറ്ററിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. കെൽവിൻ ഹെൽംഹോൾട്സ് മെക്കാനിസം എന്നാണ് അത് അറിയപ്പെടുന്നത്. ജൂപ്പിറ്റർ ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 1 മില്ലിമീറ്റർ എന്ന കണക്കിലാണ് അത് ചുരുങ്ങുന്നത്. അത് നമുക്ക് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ടെലസ്കോപ്പ് കൊണ്ടോ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാത്തമാറ്റിക്കൽ മോഡലിൻ്റെയും തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓരോ വർഷവും 1 മില്ലിമീറ്ററായിട്ട് ചുരുങ്ങുന്നത് കാരണം അതിലടങ്ങിയിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി തെർമൽ എനർജി ആയിട്ട് വെളിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. അത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ 2 ഇരട്ടിയോളം വരുന്ന ഊർജ്ജമാണ്. ഈ തെർമൽ എനർജി ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. അതായത് നമ്മൾക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ റേഡിയേഷനെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിനും വെളിയിലാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ചൂടുള്ള ഒരു വസ്തു ഉണ്ടാക്കുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ് ജൂപ്പിറ്റർ.
ജൂപ്പിറ്ററിൻ്റെ ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം 1,43,000 കിലോമീറ്ററാണ്. ആ ഡയമീറ്ററിലൂടെ നേർരേഖയിൽ അനവധി ഭൂമികളെ നമ്മൾ അടുക്കി വയ്ക്കുകയാണെങ്കിൽ അത്തരം 11 ഭൂമികളെ നമുക്ക് വേണ്ടിവരും. ജൂപ്പിറ്ററിൻ്റെ ഉൾഭാഗം പൊള്ളയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ആ പൊള്ളയായ ഉൾഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് ഭൂമികളെ അടുക്കി വയ്ക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ 1300 ഭൂമികളെ അടുക്കി വയ്ക്കാൻ സാധിക്കും. ജൂപ്പിറ്റർ കാണാൻ അതിമനോഹരമാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പാറ്റേണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ജൂപ്പിറ്റർ എത്രമാത്രം വേഗതയിലാണ് കറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഈ പാറ്റേണുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഹൊറിസോണ്ടലായിട്ട് കാണാൻ സാധിക്കുന്ന ഈ പാറ്റേണുകൾ ജൂപ്പിറ്ററിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന മേഘങ്ങളുടെ സാന്നിധ്യമാണ്. ആ മേഘങ്ങൾ ശക്തമായിട്ടുള്ള ജൂപ്പിറ്ററിലെ കാറ്റിൻ്റെ സഞ്ചാരമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഹൊറിസോണ്ടൽ പാറ്റേണുകൾ ചിലതൊക്കെ ക്ലോക്കിലെ സൂചി കറങ്ങുന്ന അതേ ഡിറക്ഷനിലായിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാൽ ചില പാറ്റേണുകളൊക്കെ അതിൻ്റെ നേരെ വിപരീത ദിശയിലും കറങ്ങാറുണ്ട്. ഓരോ പാറ്റേണുകളും വ്യത്യസ്തമാണ്. അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കമ്പോണൻസ് വ്യത്യാസമാണ്. അതിലെ താപനിലയും വ്യത്യാസമാണ്. ഈ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഹൊറിസോണ്ടൽ പാറ്റേണുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് സോണുകൾ, മറ്റൊന്ന് ബെൽറ്റുകൾ. ഇവയുടെയൊക്കെ വേഗത കാറ്റിൻ്റെ വേഗത അനുസരിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള കാറ്റുകൾ ജൂപ്പിറ്ററിൽ ഉണ്ടാകുന്നത്? അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, ജൂപ്പിറ്ററിൻ്റെ അതിശക്തമായിട്ടുള്ള സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കം. 1 സെക്കൻഡിൽ ഏകദേശം 12 കിലോമീറ്റർ വേഗതയിലാണ് ജൂപ്പിറ്റർ സ്വയം കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ പൂർണ്ണമായിട്ടും അതിനൊന്ന് കറങ്ങി വരാൻ 9 മണിക്കൂറുകളും 56 മിനിറ്റുകളും വേണ്ടിവരും. അതായത് ജൂപ്പിറ്ററിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ഭൂമിയിലെ 9 മണിക്കൂറുകളും 56 മിനിറ്റുകളുമാണ്. രണ്ടാമത്തെ കാരണം താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. താപനിലയിലെ ഈ വ്യതിയാനം കാരണം നമ്മുടെ ഭൂമിയിലും കാറ്റ് പ്രത്യേക ഡിറക്ഷനുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പാറ്റേണുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പാറ്റേണുകൾ നോക്കി ഒരിക്കലും ജൂപ്പിറ്റർ എത്രമാത്രം വേഗതയിലാണ് കറങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കണ്ടെത്താനായി ശാസ്ത്രത്തിന് പ്രത്യേക മാർഗങ്ങളുണ്ട്. ജൂപ്പിറ്ററിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയം ഉണ്ടാകുന്നു. ആ കാന്തിക വലയം നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യൻ കഴിഞ്ഞാലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള കാന്തിക വലയമാണ്. ഒരു വാല് പോലെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ വെളിയിലേക്ക് അത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാന്തിക വലയത്തിൻ്റെ ഡിറക്ഷനിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂപ്പിറ്റർ എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാന്തിക വലയം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ രാത്രിയിൽ ആകാശത്ത് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിപ്പമേറിയ ഏറ്റവും മനോഹരമേറിയ ദൃശ്യം ജൂപ്പിറ്ററിൻ്റെ കാന്തിക വലയങ്ങളായേനെ. ഈ ജൂപ്പിറ്ററിന് എങ്ങനെയാണ് കാന്തിക വലയങ്ങൾ ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ ഭൂമിക്ക് എങ്ങനെയാണ് കാന്തിക വലയങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഭൂമിയുടെ മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന കോർ, അത് നിക്കലും അയണും ഉരുകിയ അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ഈ ഉരുകി ഒലിക്കുന്ന നിക്കലും അയണും ചുഴറ്റപ്പെടുകയാണ്. അങ്ങനെ ചുഴറ്റപ്പെടുമ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു സഞ്ചാരമുണ്ടാകും. ഇലക്ട്രോണിൻ്റെ സഞ്ചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വൈദ്യുതിയുടെ ഒരു പ്രവാഹം ഉണ്ടാകും. വൈദ്യുതിയുടെ ഒരു പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. അങ്ങനെയാണ് ഭൂമിക്ക് നോർത്ത് പോളിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്ന് പിന്നീട് ഒന്ന് വലയം വെച്ചതിന് ശേഷം സൗത്ത് പോളിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള അനവധി മാഗ്നറ്റിക് ഫീൽഡുകളുള്ളത്. ജൂപ്പിറ്ററിന് അത്തരത്തിലൊരു കാന്തിക വലയം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. നമ്മുടെ തിയറികളുടെ അടിസ്ഥാനത്തിൽ ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്നത് വളരെ കാഠിന്യമേറിയിട്ടുള്ള ഒരു കോറാണ്. അതായത് അത് ദ്രാവക അവസ്ഥയിലല്ല ഉള്ളത്. എങ്ങനെയാണ് ആ തിയറിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നതെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. ജൂപ്പിറ്റർ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി നാസ നേരിട്ട് ഒരു പേടകത്തെ അയച്ചിരുന്നു. അതാണ് ജൂനോ പേടകം. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ജൂപ്പിറ്ററിൻ്റെ മധ്യഭാഗത്ത് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ ശരിക്കും ഒരു ഖരരൂപത്തിലുള്ള ഒരു കോറാണുള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും ഇത്രയും വലിപ്പമേറിയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഇതൊക്കെ അറിയാൻ വേണ്ടി 2011 ഓഗസ്റ്റ് മാസത്തിൽ വ്യാഴത്തിലേക്ക് ജൂനോ പുറപ്പെട്ടു. 2016 ജൂലൈ മാസത്തിലാണ് അതവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോഴും അത് പഠനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ പേടകം നോർത്ത് പോളിനും സൗത്ത് പോളിനും കുറുകയായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തവണയും ഒരേ സ്ഥലത്തു കൂടെയല്ല കറങ്ങുന്നത്.
ഒരു തവണ പൂർണ്ണമായിട്ടും ജൂപ്പിറ്ററിനെ ഒന്ന് വലം വെച്ചതിന് ശേഷം ഇതിൻ്റെ കറക്കത്തിൽ ഒരു 12 ഡിഗ്രിയുടെ വ്യത്യാസം വരുത്തും. അതുകൊണ്ട് തന്നെ അടുത്ത കറക്കം ജൂപ്പിറ്ററിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഭാഗത്തു കൂടിയായിരിക്കും പോവുക. അങ്ങനെ കറക്കങ്ങൾ മാറ്റങ്ങൾ വരുത്തി കുറച്ചധികം കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ജൂപ്പിറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിന് സ്കാൻ ചെയ്യാനും പഠനങ്ങൾ നടത്താനും സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ മാഗ്നെറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റിന് ജൂപ്പിറ്ററിൻ്റെ ഉത്തരഭാഗത്തു നിന്ന് വെളിയിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു പുറമെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അളക്കാൻ സാധിക്കും. ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്നും അത് ഏറ്റവും കൂടുതൽ ഏത് ഭാഗങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും ഏത് ഭാഗത്തേക്കാണ് അത് ഏറ്റവും കൂടുതലായിട്ട് കടന്നു പോകുന്നതെന്നും അറിയാൻ സാധിക്കും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമായിരുന്നില്ല കാര്യങ്ങൾ. ഭൂമിക്കുണ്ടാകുന്നത് പോലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡേ അല്ല. ഒരു ബാർ മാഗ്നറ്റിൽ നിന്ന് എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് വെളിയിലേക്ക് വരുന്നത്, അങ്ങനെയൊന്നുമല്ല ജൂപ്പിറ്ററിൽ സംഭവിക്കുന്നത്. അത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ജൂനോയ്ക്ക് ജൂപ്പിറ്ററിൽ ഒരുപാട് ഹാട്ട് സ്പോട്ടുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ ഹാട്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഹാട്ട് സ്പോട്ടാണ് ഗ്രേറ്റ് ബ്ലൂ ഡോട്ട്. ഗ്രേറ്റ് ബ്ലൂ ഡോട്ട് എന്ന പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കവിടെ നീല നിറമൊന്നും കാണാൻ സാധിക്കില്ല. മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെ കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ നാസ പബ്ലിഷ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെയും ഹാട്ട് സ്പോട്ടിൻ്റെയും മാപ്പിൽ ആ പ്രദേശം നീല നിറം കൊണ്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വേറെയും ഒരുപാട് ഹാട്ട് സ്പോട്ടുകൾ ജൂപ്പിറ്ററിലുണ്ട്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരൊറ്റ സോഴ്സിൽ നിന്നല്ല അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. വേറെ ഒരുപാട് സോഴ്സുകളുണ്ട്. ഒരുപാട് സോഴ്സുകളെന്ന് പറയുമ്പോൾ ഒരുപാട് കോറുകളെന്ന് ചിന്തിക്കരുത്. നമ്മൾ മുൻപ് കരുതിയിരുന്നത് പോലുള്ള ഒരു കോറല്ല ജൂപ്പിറ്ററിൽ ഉണ്ടായിരിക്കാൻ സാധ്യത. അവിടെ കുറേ കൂടി ഉരുകി ഒലിക്കുന്ന തരത്തിലുള്ള ഒരു കോറാണുള്ളത്. എന്തുകൊണ്ടാണ് ഉരുകി ഒലിക്കുന്ന ഒരു കോറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ശാസ്ത്രത്തിൻ്റെ പക്കൽ ഉത്തരമൊന്നുമില്ല. 2 ഹൈപ്പോത്തിസിസുകളുണ്ട്. ആ ഹൈപ്പോത്തിസിസിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് കോറിനെ കുറിച്ചൊന്ന് പറയണം. കോറ് മുൻപ് കരുതിയിരുന്നത് വളരെ വളരെ ചെറിയ ഒരു ഭാഗമാണെന്നാണ്. എന്നാൽ ചെറിയൊരു ഭാഗമല്ല, അത് വളരെ വലിയൊരു ഭാഗമാണ്. ജൂപ്പിറ്ററിൻ്റെ മൊത്തം റേഡിയസിൻ്റെ ഏകദേശം പകുതിയോളം വലിപ്പം വരും ആ ഒരു കോറിന്. അവിടെ ഉരുകി ഒലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് അവിടെ ഉരുകി ഒലിക്കുന്നത്? അവിടെ ഉരുകി ഒലിക്കുന്നത് മെറ്റാലിക് ഹൈഡ്രജനാണ്. ഹൈഡ്രജനെ നമുക്ക് വാതക രൂപത്തിൽ മാത്രമേ ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഹൈഡ്രജൻ അങ്ങനെ മാത്രമാണെന്നല്ല. ഹൈഡ്രജനെ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലും കാണാൻ സാധിക്കും. ജൂപ്പിറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ്റെ വലിയൊരു കടലുണ്ട്. ഏറ്റവും ഡെൻസിറ്റി കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഷർ കൂടിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഹൈഡ്രജനെ ദ്രാവക അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും പുറം ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയുള്ളത് അന്തരീക്ഷമാണ്. ഏകദേശം ഒരു 3000 കിലോമീറ്ററോളം ഓൾട്ടിറ്റ്യൂഡുണ്ട് ഈ അന്തരീക്ഷത്തിന്. 3000 കിലോമീറ്ററും കഴിഞ്ഞ് പിന്നെയും ഉള്ളിലേക്ക് തുളച്ചു പോകുമ്പോഴാണ് ദ്രാവക അവസ്ഥയിലുള്ള ഹൈഡ്രജനെ കാണാൻ സാധിക്കുന്നത്. അതൊരു വലിയ സമുദ്രമാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ജൂപ്പിറ്ററിലാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷേ സാധാരണഗതിയിലുള്ള ജലമല്ല അവിടെ അടങ്ങിയിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പ്രഷറിനെ തുടർന്ന് ഹൈഡ്രജൻ എല്ലാം വളരെ വളരെ ചെറിയൊരു സ്പേസിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് അതിന് ദ്രാവകത്തിൻ്റെ ഒരു രൂപമുണ്ടാകുന്നത്. പിന്നെയും നമ്മൾ ആ ജൂപ്പിറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കാഠിന്യം പിന്നെയും വർദ്ധിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ വർദ്ധിച്ച് ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അത് മെറ്റാലിക് ഹൈഡ്രജനായിട്ട് മാറും. മെറ്റാലിക് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ മെറ്റൽസിൻ്റെ സ്വഭാവമുള്ള ഹൈഡ്രജനായിട്ട് മാറുന്നു. സാധാരണഗതിയിൽ ഹൈഡ്രജന് മെറ്റലിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയും ശക്തമായിട്ടുള്ള പ്രഷറിൽ, ഇത്രയും ശക്തമായിട്ടുള്ള താപനിലയിൽ ആ ഹൈഡ്രജനിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾ വെളിയിലേക്ക് പുറന്തള്ളപ്പെടും. അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന അനവധി ഇലക്ട്രോണുകൾ ഈ മെറ്റാലിക് ഹൈഡ്രജൻ്റെ ഭാഗത്തുണ്ട്. അങ്ങനെ വരുന്ന ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ വൈദ്യുതിയുടെ ഒരു പ്രവാഹം ഉണ്ടാകും. വൈദ്യുതിയുടെ പ്രവാഹം എവിടെ ഉണ്ടാകുന്നോ അതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഉണ്ടാകുമെന്നാണ് ഫാരഡയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് ജൂപ്പിറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നത്. കോറ് പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി ഒന്നുമില്ലാതെ വലിയൊരു പ്രദേശത്ത് കിടക്കുകയാണ്. ആ കോറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രോണുകൾ വ്യത്യസ്തമായിട്ടുള്ള ഡിറക്ഷനുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓരോ ഫ്ലോയും കാരണം ഓരോ വ്യത്യസ്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് വ്യത്യസ്തമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിശക്തമായ പ്രഷർ എന്ന് ഞാനിവിടെ പലകുറി പറഞ്ഞു. ശരിക്കും നമ്മുടെ യുക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്രമാത്രം പ്രഷർ കൂടുതലായിരിക്കും ജൂപ്പിറ്ററിൻ്റെ കോർ ഭാഗത്ത്? നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രഷറുണ്ട്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്ന വാതകങ്ങളുടെ ഒരു പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ പ്രഷർ എത്രമാത്രമാണോ അതിൻ്റെ 20 ലക്ഷം ഇരട്ടി പ്രഷറാണ് ജൂപ്പിറ്ററിൻ്റെ മധ്യഭാഗത്ത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അത് കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. ആ ഫീൽഡിനെ നമ്മുടെ ഭൂമിയുടെ ഫീൽഡുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രമാത്രം ശക്തമാണോ അതിൻ്റെ 20,000 ഇരട്ടി ശക്തമാണ് ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു വാല് പോലെ നീണ്ട് അങ്ങ് സാറ്റേണിൻ്റെ ബൗണ്ടറി വരെ എത്തിച്ചേരുന്നുണ്ട്. ഇനി നമുക്ക് ആ 2 ഹൈപ്പോത്തിസിസിലേക്ക് വരാം. എന്തുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റിലായിരുന്ന ജൂപ്പിറ്ററിൻ്റെ കോർ ഭാഗം ഇത്തരത്തിൽ ഡയല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ദ്രാവകാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? അതിൻ്റെ ഒരു കാരണമായി ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ജയൻറ്റ് ഇമ്പാക്റ്റ് ഹൈപ്പോത്തിസിസ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ്, ഭൂമിയുടെ 10 ഇരട്ടി മാസുള്ള ഒരു പ്രോട്ടോ പ്ലാനറ്റ്, ആ കാലഘട്ടങ്ങളിൽ പ്ലാനറ്റുകൾ ഉണ്ടായിട്ടില്ല, സൗരയൂഥത്തിൻ്റെ തുടക്ക കാലഘട്ടമാണ്. ഇപ്പോൾ കാണുന്ന ഗ്രഹങ്ങളൊക്കെ അനവധി പ്രോട്ടോ പ്ലാനറ്റുകളായിട്ട് അനഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രോട്ടോ പ്ലാനറ്റ് ജൂപ്പിറ്ററിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന പ്രോട്ടോ പ്ലാനറ്റുമായി കൂട്ടിയിടിക്കുന്നു. ആ കൂട്ടിയിടിയുടെ ആഘാതത്തെ തുടർന്ന് ജൂപ്പിറ്ററിൻ്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന കോർ കലങ്ങിപ്പോയി. ആ കലക്കവെള്ളത്തിൽ അല്ലെങ്കിൽ ആ കലങ്ങിക്കിടക്കുന്ന ദ്രാവക രൂപത്തിലുള്ള മെറ്റാലിക് ഹൈഡ്രജൻ്റെ ഉള്ളിലേക്ക് അന്ന് ഇടിച്ചിറങ്ങിയ പ്രോട്ടോ പ്ലാനറ്റിൻ്റെ സാന്നിധ്യവുമുണ്ടെന്ന് ഗവേഷകർ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് കോർ ഇറോഷൻ. ജൂപ്പിറ്ററിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ജൂപ്പിറ്ററിൻ്റെ മധ്യഭാഗത്ത് കാഠിന്യമുള്ള ഒരു കോറുണ്ട്. ആ കോറിന് ചുറ്റും ഹൈഡ്രജൻ്റെ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ്റെ സമുദ്രമാണെന്ന് ഞാൻ പറഞ്ഞു. ആ സമുദ്രം നിരന്തരമായിട്ട് ഈ കോറുമായിട്ട് കൂട്ടിയിടിച്ചുകൊണ്ടേയിരുന്നു. ആ കൂട്ടിയിടിയെ തുടർന്ന് കോർ പതിയെ ഡൈല്യൂട്ടാകാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ ഒലിച്ചൊലിച്ച് ഇപ്പോൾ കാണുന്ന ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ കോറായിട്ട് മാറിയതായിട്ടാണ് ഗവേഷകർ പറയുന്നത്. ഇതും ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ജൂനോ വെറും 2 വർഷത്തെ കാലയളവിലാണ് അവിടെ പഠനത്തിന് വേണ്ടി പോയത്. 2018 അതിൻ്റെ മിഷൻ പൂർണ്ണമായിട്ട് അവസാനിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അതിനുശേഷവും അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് മിഷനായിട്ട് അടുത്തുണ്ടായിരുന്ന ഗലീലിയൻ മൂണുകളുടെ അരികിലൂടെ പറക്കാൻ തുടങ്ങി. അങ്ങനെ പറന്ന് അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അത് 2024 ആകുന്നതോടുകൂടി അവസാനിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ 2024 അത് അവസാനിച്ചില്ല. അങ്ങനെയാണ് 2025 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 2025 സെപ്റ്റംബർ വരെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഒരു അപ്ഡേറ്റും എനിക്ക് ലഭ്യമായിട്ടില്ല. നാസയുടെ JPL വെബ്സൈറ്റിൽ നിന്നാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഒക്ടോബറിലും, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും അത് പ്രവർത്തിക്കാനാണ് സാധ്യത. കാരണം അത് പ്രവർത്തനരഹിതമായി മാറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നാസ അപ്ഡേറ്റ് ചെയ്തിരുന്നേനെ. ജൂപ്പിറ്ററിൽ എല്ലായ്പ്പോഴും ഒരേ അവസ്ഥയല്ല. ഭൂമിയിൽ കാലാവസ്ഥകൾ മാറുന്നത് പോലെ ജൂപ്പിറ്ററിലും കാലാവസ്ഥകൾ മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ക്വാസി ക്വാഡ്രിലീനിയൽ ഓസിലേഷൻ എന്ന് പറയുന്നത്, QQO. QQO എന്ന് പറയുന്ന പ്രതിഭാസം 4 വർഷം കൂടുന്തോറും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത് ജൂപ്പിറ്ററിൻ്റെ മധ്യഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേറ്ററിൻ്റെ പോർഷനാണ്. അവിടെ 3000 കിലോമീറ്ററോളം ഓൾട്ടിറ്റ്യൂഡുള്ള അന്തരീക്ഷമുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ അന്തരീക്ഷത്തിലെ ഒരു ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലും ഉണ്ട്, ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിലുമുണ്ട്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ അതിശക്തമായിട്ടുള്ള വായുവിൻ്റെ ഒരു പ്രവാഹം നടക്കുന്നുണ്ട്. 4 വർഷക്കാലം അത് ഒരു പ്രത്യേക ഡിറക്ഷനിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറയാം, ക്ലോക്കിൻ്റെ ഡിറക്ഷനിലുള്ള സഞ്ചാരം. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം അത് നേരെ വിപരീത ഡിറക്ഷനിൽ സഞ്ചരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാസ നിർമ്മിച്ച ഒരു സിമുലേഷനാണ്, അല്ലാതെ വെറും ഒരു അനിമേഷനല്ല. മാത്തമാറ്റിക്കൽ മോഡലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സിമുലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 വർഷം ഒരു പ്രത്യേക ഡിറക്ഷനിൽ വായുവിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നതിനെ തുടർന്ന് അവിടെ ശക്തമായിട്ടുള്ള ഒരു ചൂടായിരിക്കും അനുഭവപ്പെടുക.
നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് താരതമ്യേന തണുത്ത ഒരു കാലാവസ്ഥയും അവിടെ അനുഭവപ്പെടും. ജൂപ്പിറ്ററിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള മേഘങ്ങളുടെ സാന്നിധ്യമാണ്. ആ മേഘങ്ങൾ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിറക്ഷനുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ പ്രദേശങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു. ഒന്ന് സോണുകളും മറ്റൊന്ന് ബെൽറ്റുകളും. ഈ സോണുകളും ബെൽറ്റുകളും പരസ്പരം എതിർദിശയിലൂടെ സഞ്ചരിക്കുന്നത് കാരണം അതിൻ്റെ ബോർഡറിൽ പലപ്പോഴും അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജൂപ്പിറ്റർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ചുവന്ന വലിയ പൊട്ടാണ്. ആ പൊട്ട് വെറുമൊരു പൊട്ടല്ല, അത് അതിശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ്. മണിക്കൂറിൽ ഏകദേശം 600 കിലോമീറ്റർ വേഗതയിലാണ് ആ ചുഴലിക്കാറ്റ് സഞ്ചരിക്കുന്നത്. ഇവിടെ ഈ ഒരു റെഡ് സ്പോട്ട് മാത്രമല്ല ഉള്ളത്, ഇത്തരത്തിൽ അനവധി വ്യത്യസ്തമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനേകം സൈക്ലോണുകളുണ്ട്. അതിനൊരു ചുവന്ന നിറം കിട്ടാനുള്ള കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന അമോണിയം ഹൈഡ്രോസൾഫൈഡും അസെറ്റ്ലൈനും സൂര്യനിൽ നിന്ന് വരുന്ന നേർത്ത അൾട്രാവയലറ്റ് രശ്മിയുമായിട്ട് കൂടിച്ചേർന്ന് റിയാക്ട് ചെയ്യുന്നത് കാരണമാണ്. സോണുകൾക്ക് ഒരു ലൈറ്റ് നിറമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന അമോണിയം ക്രിസ്റ്റലുകളുടെ സാന്നിധ്യമാണ്. താരതമ്യേന ആ പ്രദേശത്തെ താപനില കുറവായിരിക്കും. സോണുകളെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ജൂപ്പിറ്ററിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്താണ്. ഉള്ളിലേക്ക് പോകും തോറും സോണുകളുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ബെൽറ്റുകൾക്ക് ഇരുണ്ട നിറം അല്ലെങ്കിൽ ചാരനിറമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കാരണം അതിലടങ്ങിയിരിക്കുന്ന അമോണിയം ഹൈഡ്രോസൾഫൈഡിൻ്റെ സാന്നിധ്യമാണ്. താരതമ്യേന ബെൽറ്റുകളുടെ താപനില അല്പം കൂടുതലാണ്. ഏറ്റവും മുകൾ ഭാഗത്ത്, അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്തായിരിക്കും ബെൽറ്റുകളുടെ അളവ് കുറവാകുന്നത്. ഉള്ളിലേക്ക് പോകും തോറും ബെൽറ്റിൻ്റെ അളവ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ആദ്യമായി റെഡ് സ്പോട്ടുകളെ നമ്മൾ കണ്ടെത്തുന്നത് 1600കളിലാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. റോബർട്ട് ഹുക്കും കസീനിയുമായിരുന്നു ആ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ. പക്ഷേ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് 1878 മുതലുള്ള കണ്ടെത്തലുകളാണ്. അന്ന് മുതലുള്ള റെഡ് സ്പോട്ടിൻ്റെ കണ്ടെത്തലുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് സ്പോട്ട് എക്കാലഘട്ടങ്ങളിലും ജൂപ്പിറ്ററിൽ ഉണ്ടായിരുന്നില്ല. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണ് അവിടെ ഉണ്ടായത്. അത് എക്കാലഘട്ടത്തിലും അതവിടെ അങ്ങനെ തുടർന്ന് പോകത്തുമില്ല. അത് വളരെ വളരെ ചെറിയ അവസ്ഥയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1800കളിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന റെഡ് സ്പോട്ടിൻ്റെ 3 ഇരട്ടിയെങ്കിലും വലിപ്പമുണ്ടായിരുന്നു. അവിടെ നമുക്ക് 3 ഭൂമിയെ അടുക്കി വയ്ക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്രയും വലിപ്പമില്ല. അതിപ്പോൾ ചുരുങ്ങി ഭൂമിയുടെ ഏകദേശം 1.3 ഇരട്ടി വലിപ്പമാണ് ഉള്ളത്. ഒരു 20 അല്ലെങ്കിൽ ഒരു 50 വർഷം കൂടെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും റെഡ് സ്പോട്ടുകൾ അവിടെ ഇല്ലാതെയാകും. ജൂപ്പിറ്ററിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ രണ്ടാമത്തെ സ്പോട്ട് അത് റെഡ് സ്പോട്ട് ജൂനിയർ അല്ലെങ്കിൽ ഓവൽ BA ആണ്. 1998നും 2000നും ഇടയിൽ എപ്പോഴോ ആണ് ആദ്യമായി നമ്മളതിനെ കണ്ടെത്തിയത്. ആ കാലഘട്ടം മുതൽ അതവിടെ ഉണ്ട്. അതിന് ആദ്യഘട്ടത്തിലൊക്കെ ഒരു വെള്ള നിറമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ക്രമേണ അതിന് ചുവപ്പ് നിറം ലഭിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ മുൻപ് റെഡ് സ്പോട്ടിന് പറഞ്ഞിട്ടുള്ള അതേ കാരണം തന്നെയാണ്. അമോണിയം ഹൈഡ്രോസൾഫൈഡും അസെറ്റ്ലൈനും അൾട്രാവയലറ്റ് രശ്മിയുമായിട്ട് റിയാക്ട് ചെയ്ത് ചുവപ്പ് നിറമായി മാറി. ഗവേഷകരുടെ അനുമാനമനുസരിച്ച് മുൻപ് ജൂപ്പിറ്ററിൽ ഉണ്ടായിരുന്ന 2 വൈറ്റ് ഓവലുകൾ പരസ്പരം കൂടിച്ചേർന്നാണ് റെഡ് സ്പോട്ട് ജൂനിയർ ഉണ്ടായത്. ഇത്തരത്തിലുള്ള അനവധി വൈറ്റ് ഓവലുകളെ ജൂപ്പിറ്ററിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും വൈറ്റ് ഓവലുകൾ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെള്ള നിറത്തോടു കൂടിയിട്ടുള്ള ചുഴലിക്കാറ്റാണ്. അതിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കും, അതിൻ്റെ താപനിലയും കുറവാണ്. മറ്റൊന്ന് ബ്രൗൺ ബർജസ് ആണ്. ബ്രൗൺ കളറാണ് അതിനുള്ളത്. താരതമ്യേന അല്പം താപനില കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ബെൽറ്റുകളോട് ചേർന്നിട്ടാണ്. ബെൽറ്റുകൾക്കും സോണുകൾക്കും അതിശക്തമായിട്ടുള്ള വേഗതയാണ്. അവയുടെ വേഗത 1 മണിക്കൂറിൽ 360 കിലോമീറ്റർ മുതൽ 540 കിലോമീറ്റർ വരെയാണ്. ശനിക്കുള്ളതുപോലെ തന്നെ ജൂപ്പിറ്ററിന് ചുറ്റിനുമായി വളയങ്ങളുണ്ട്. പക്ഷേ ശനിയുടെ വളയങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ജൂപ്പിറ്ററിൻ്റെ വളയങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ റിഫ്ലക്ഷൻ വളരെ വളരെ കുറവാണ്. ഇതിൽ പ്രധാനമായിട്ടും ഡസ്റ്റ് അല്ലെങ്കിൽ പൊടിപടലങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലാതെ ഐസ് ക്രിസ്റ്റലുകളല്ല. ഐസ് ക്രിസ്റ്റലുകളാണെങ്കിൽ കൂടുതലായിട്ട് അവ റിഫ്ലക്റ്റ് ചെയ്യും, നമുക്ക് കാണാനും സാധിക്കും. ആദ്യമായി ഈ റിങ്ങുകൾ കണ്ടെത്തുന്നത് വോയേജർ 1 ആണ്. വർഷം 1979. ജൂപ്പിറ്ററിൻ്റെ വളരെ അരികിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നർ മൂണുകൾ
വളരെ വളരെ വലിപ്പക്കുറവുള്ള മീറ്ററോയിറ്റുകൾ വന്ന് പതിക്കുന്നു. അതിനെ തുടർന്ന് അവിടെ നിന്നും ചെറിയ പൊടിപടലങ്ങളൊക്കെ അടർന്ന് വെളിയിലേക്ക് വരുന്നു. ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന പൊടിപടലങ്ങൾ ജൂപ്പിറ്ററിന് ചുറ്റുമായി ഒരു വളയം പോലെ സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് ജൂപ്പിറ്ററിന് റിങ്ങുകൾ ഉണ്ടായത്. ജൂപ്പിറ്ററിന് സൂര്യനെ പൂർണ്ണമായിട്ട് വലം വയ്ക്കാൻ 11.86 വർഷങ്ങൾ വേണ്ടിവരും. ഭൂമിയിലെ വർഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതായത് ജൂപ്പിറ്ററിലെ ഒരു വർഷം എന്ന് പറയുന്നത് 11.86 ഭൗമ വർഷങ്ങളാണ്. ജൂപ്പിറ്റർ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗരയൂഥം ഉണ്ടായ അതേ കാലഘട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാണ് ജൂപ്പിറ്റർ. സൗരയൂഥവും ജൂപ്പിറ്ററും അല്ലെങ്കിൽ സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ഉണ്ടായി വന്നതാണ്. 450 കോടി വർഷം പിന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സൗരയൂഥം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിനെ ഒരു സൗരയൂഥമെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ സിസ്റ്റം എന്നോ പറയാൻ സാധിക്കില്ല. കുറേയധികം പ്രോട്ടോ പ്ലാനറ്റ്സുകളുടെ ഒരു സാന്നിധ്യമായിരുന്നു. ഒരു ഡിസ്കായിട്ട് നമുക്കെടുക്കാം. ആ ഡിസ്കിൽ ഒരുപാട് പൊടിപടലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പൊടിപടലങ്ങളൊക്കെ പരസ്പരം കൂടിച്ചേർന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള വലിയ പാറക്കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ആ വലിയ പാറക്കഷ്ണങ്ങളെ നമ്മൾ പ്രോട്ടോ പ്ലാനറ്റുകളെന്ന് പറയും. പ്രോട്ടോ പ്ലാനറ്റുകൾ ഒരിക്കലും പ്ലാനറ്റുകളല്ല. ഏറ്റവും മധ്യഭാഗത്തായിട്ട് പ്രോട്ടോ സ്റ്റാറുമുണ്ട്. അതും നക്ഷത്രത്തിൻ്റെ തുടക്കമാണ്, സൂര്യൻ്റെ തുടക്കമാണ്, പ്രോപ്പറായിട്ടുള്ള ഒരു നക്ഷത്രമല്ല. ജൂപ്പിറ്റർ നിൽക്കുന്നത് സൂര്യനിൽ നിന്ന്, അതായത് മധ്യഭാഗത്തുള്ള പ്രോട്ടോ സ്റ്റാറിൽ നിന്നും വളരെ വളരെ അകലെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ താപനിലയും വളരെ കുറവായിരിക്കും. ആ ഭാഗത്ത് ഖരരൂപത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. നമുക്ക് ഭൂമിയിൽ 3 സ്റ്റേറ്റിലും കാണാൻ സാധിക്കുന്ന ജലം, വാതക രൂപത്തിൽ കാണാൻ സാധിക്കുന്ന അമോണിയ, മീഥെയ്ൻ, ഇവയെല്ലാം അവിടെ ഐസിൻ്റെ രൂപത്തിലാണ്. ഈ പദാർത്ഥങ്ങളെല്ലാം ഗ്രാവിറ്റി കാരണം പരസ്പരം കൂടിച്ചേരുന്നു. അങ്ങനെ കുറേ അധികം വർഷങ്ങൾ കൊണ്ട് കൂടിച്ചേർന്ന് അത് വലിയൊരു ഗോളത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രോട്ടോ പ്ലാനറ്റായിട്ട് മാറി. ഈ പ്രോട്ടോ പ്ലാനറ്റിന് നമ്മുടെ ഭൂമിയേക്കാൾ വളരെയധികം മാസുണ്ട്. ഭൂമിക്ക് ഇപ്പോൾ എത്രമാത്രം മാസുണ്ടോ അതിൻ്റെ 8 ഇരട്ടി മാസായിരുന്നു ജൂപ്പിറ്ററിൻ്റെ പ്രോട്ടോ പ്ലാനറ്റ് ഉണ്ടായിരുന്നത്. അത്രയും ശക്തമായിട്ടുള്ള മാസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സും അതിനുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സ്പേസ് ടൈമിൽ വലിയൊരു കർവേച്ചറാണ് അതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു വാക്യൂം ക്ലീനർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ ജൂപ്പിറ്റർ പ്രോട്ടോ പ്ലാനറ്റ് പ്രവർത്തിച്ചു. എല്ലാ പ്രോട്ടോ പ്ലാനറ്റുകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജനും ഹീലിയവും ഒക്കെ ഇത് പരമാവധി ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഓരോ ഗ്രഹങ്ങളും ഓരോ വാക്യൂം ക്ലീനറാണ്. എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്യൂം ക്ലീനർ ജൂപ്പിറ്ററാണ്. കാരണം ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത്. ജൂപ്പിറ്റർ പരമാവധി ഹൈഡ്രജനെയും ഹീലിയത്തെയും ഒക്കെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അങ്ങനെയാണ് ജൂപ്പിറ്ററിൽ ഇപ്പോൾ 90% ഹൈഡ്രജനും 10% ഹീലിയവും ഉണ്ടായത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ തുടക്കഘട്ടത്തിൽ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലും ഇതേ അളവിൽ തന്നെ ഹൈഡ്രജനും ഹീലിയവും ഉണ്ടായിരുന്നു. ജൂപ്പിറ്റർ കൂടുതലായി ഹൈഡ്രജനെയും ഹീലിയത്തെയും ഉള്ളിലേക്ക് വലിച്ചെടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിലായി വരുന്ന സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ പോലുള്ള ഗ്യാസ് ജയൻറ്റുകൾ അല്ലെങ്കിൽ ഐസ് ജയൻറ്റുകൾക്ക് കൂടുതലായിട്ട് ഹൈഡ്രജനെയും ഹീലിയത്തെയും വലിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. ജൂപ്പിറ്ററിന് ചുറ്റും വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഉപഗ്രഹം അയോ ആണ്. സായിപ്പന്മാരുടെ ഭാഷയനുസരിച്ച് ഒരു പിസ്സ ചുരുട്ടി ഒരു ബോളിൻ്റെ രൂപമാക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമോ അങ്ങനെയാണ് അയോ. അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മഞ്ഞയും ഓറഞ്ചും നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സൾഫറിൻ്റെ സാന്നിധ്യമാണ്. കൂടാതെ ലാവയുടെ സാന്നിധ്യവുമുണ്ട്. സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ അടങ്ങിയിരിക്കുന്നതും അയോയിൽ തന്നെ. നിരന്തരമായിട്ട് അവിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. വോയേജറിന് ഒരിക്കൽ അവിടെ നടക്കുന്ന റിയലായിട്ടുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ അന്ന് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിരുന്നു. അതൊരു വലിയ വാർത്തയുമായി മാറി. എങ്ങനെയാണ് അവിടെ നിരന്തരമായിട്ട് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണക്കാരനും ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്ററിൻ്റെ ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ് കാരണം ഈ അയോയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് അല്പം ഒന്ന് നീണ്ടു പോവുകയും ഒന്ന് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ നീളുകയും ചുരുളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അയോ ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾ കടന്നു പോകുന്നത്. അതിനെ തുടർന്ന് അയോയുടെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഖരരൂപത്തിലുള്ള പാറകൾ ഉരുകി ഒലിക്കും. പാറകൾ ശക്തമായിട്ട് ഉരുകി ഒലിച്ചു കഴിഞ്ഞാൽ അത് മാഗ്മയായിട്ട് മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മാഗ്മ പല വെൻറ്റുകളിലൂടെ വെളിയിലേക്ക് വരുന്നു. അത് ഉരുകി ഒലിക്കുന്നു. വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാഗ്മയല്ല, അത് ലാവയാണ്. യൂറോപ്പ ജൂപ്പിറ്ററിൻ്റെ തന്നെ ഏറ്റവും തിളക്കമുള്ള ഒരു ഉപഗ്രഹമാണ്.
അതിൻ്റെ കാരണം അതിൻ്റെ പുറം ഭാഗം മുഴുവനും ഐസ് ആയതുകൊണ്ടാണ്. ഉള്ളിൽ വലിയൊരു സമുദ്രമുണ്ടെന്ന് പറയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില എവിഡൻസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹജീവികളും ഉണ്ടെന്നാണ് ഗവേഷകരുടെ അനുമാനം. അന്യഗ്രഹജീവികളെന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിലും മറ്റും കാണുന്ന തരത്തിലുള്ള വലിയ ജീവികളെയൊന്നും നിങ്ങൾ സങ്കല്പിക്കരുത്. നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന ബാക്ടീരിയയെ പോലുള്ള ജീവജാലങ്ങളായിരിക്കും അവിടെ ഉണ്ടാവാനുള്ള സാധ്യത. ഇതൊരു അനുമാനമാണ്. നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രൂഫുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ എവിഡൻസുകളുണ്ട്. അയോയിൽ എങ്ങനെയാണോ മാഗ്മ ഉണ്ടായത് ആ പ്രോസസ്സിലൂടെ തന്നെയാണ് യൂറോപ്പയുടെ ഉള്ളിൽ സമുദ്രമുണ്ടായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവ്സ്, ആ വേവ്സ് കാരണം യൂറോപ്പ ഒന്ന് ചുരുങ്ങിപ്പോകുന്നുണ്ട്, പിന്നെ അതൊന്ന് വലിഞ്ഞ് നീണ്ടു പോകുന്നുണ്ട്. വലിഞ്ഞു നീണ്ടുന്നു അതുപോലെ ചുരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റമായിട്ട് നിങ്ങൾ എടുക്കരുത്. വളരെ വളരെ ചെറിയ മാറ്റം പതിയെ സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ആ ഉപഗ്രഹങ്ങളുടെ മധ്യഭാഗത്ത് ശക്തമായിട്ടുള്ള ഒരു പ്രഷറും താപനിലയും ഉണ്ടാകുന്നു. ആ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ഉരുകി ഒലിക്കുന്നു. അയോയുടെ കേസിൽ അത് പാറകളാണെങ്കിൽ യൂറോപ്പയുടെ കേസിൽ അത് ജലമാണ്. വാട്ടർ ഐസിൻ്റെ രൂപത്തിൽ അവിടെ കാണുകയാണ്. ആ വാട്ടറാണ് പിന്നീട് ഉരുകി ജലമായി മാറുന്നത്. യൂറോപ്പയുടെ പ്രതലത്തിൽ നമുക്ക് വിള്ളലുകൾ അല്ലെങ്കിൽ ക്രാക്കുകൾ കാണാൻ സാധിക്കും. ബ്രൗൺ നിറമാണ് ആ ക്രാക്കുകൾക്കുള്ളത്. യൂറോപ്പയിൽ കൂടുതൽ പഠനങ്ങൾ നടത്താനായി യൂറോപ്പ ക്ലിപ്പർ എന്ന പേരിൽ നമ്മൾ 2024 ഒരു പേടകത്തെ അയച്ചിരുന്നു. യൂറോപ്പയ്ക്ക് ചുറ്റുമായിട്ട് കറങ്ങി അവിടെ കൂടുതൽ പഠനങ്ങൾ നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. യൂറോപ്പ ഒരിക്കലും അവിടെ പോയി ലാൻഡ് ചെയ്ത് 10-20 കിലോമീറ്റർ താഴ്ചയിലേക്ക് വലിയ ഗർത്തമുണ്ടാക്കി യൂറോപ്പയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സബ് സർഫസ് ഓഷ്യനിലേക്കൊന്നും പോകില്ല. അത്തരത്തിൽ പോകുമെന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ചില ആനിമേഷൻ വീഡിയോകളും അല്ലാതുള്ള വീഡിയോകളും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അത് തെറ്റാണ്. ഒരിക്കലും നമുക്ക് അത്രയും വലിയ ഒരു ഗർത്തമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്തിന്, നമ്മുടെ സ്വന്തം ഭൂമിയിൽ പോലും അത്രയും താഴ്ചയിലുള്ള ഗർത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വളരെ ചെറിയൊരു പേടകം ഉപയോഗിച്ച് അത്രയും വലിയൊരു ഗർത്തം നമുക്ക് യൂറോപ്പയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അതൊക്കെ തികച്ചും വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രചാരങ്ങൾ മാത്രമാണ്. 2024 പുറപ്പെട്ട യൂറോപ്പ 2030 ആകുമ്പോഴേക്ക് എത്തിച്ചേരും. യൂറോപ്പ പോലെ തന്നെയുള്ള മറ്റൊരു ഉപഗ്രഹമാണ് ഗാനിമേഡെ. സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഉപഗ്രഹവും ഇതുതന്നെ. ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം 5270 കിലോമീറ്ററാണ്. ഇതിൻ്റെ ഉള്ളിലും ദ്രാവകാവസ്ഥയിലുള്ള ജലമുണ്ട് അല്ലെങ്കിൽ സമുദ്രമുണ്ടെന്നും പറയപ്പെടുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. യൂറോപ്പിലെ എവിഡൻസുകൾ അത് കുറച്ചുകൂടെ ശക്തമാണ്. പക്ഷേ ഗനിമേഡയിൽ അത്തരത്തിലുള്ള എവിഡൻസുകളൊന്നുമില്ല. സ്വന്തമായിട്ട് മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരേ ഒരു ഉപഗ്രഹം കൂടിയാണ് ഗനിമേഡെ. ഗനിമേഡയുടെ മാഗ്നറ്റിക് ഫീൽഡിന് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഭൂമിയുടെ കോർ ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ദ്രാവകാവസ്ഥയിലുള്ള നിക്കലിനെയും അയണിനെയും നമുക്ക് ഗനിമേഡയുടെ കോറിലും കാണാൻ സാധിക്കും. അതിൻ്റെ കറക്കം കാരണം ആ കോറിൽ അടങ്ങിയിരിക്കുന്ന നിക്കലും അയണും ചുഴറ്റപ്പെടുകയാണ്. ആ ചുഴറ്റലിനെ തുടർന്നാണ് അവിടെ ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയം ഉണ്ടായിരിക്കുന്നത്. ജൂപ്പിറ്ററിൻ്റെ മറ്റൊരു ഗലീലിയൻ മൂണാണ് കല്ലിസ്റ്റോ. കല്ലിസ്റ്റോയുടെ പ്രതലം അത് പ്രാചീന കാലഘട്ടത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണുള്ളത്. 400 കോടി വർഷം മുമ്പുള്ള അതേ പ്രതലം തന്നെ. അവിടെ നമുക്ക് അനവധി ഗർത്തങ്ങൾ കാണാൻ സാധിക്കും. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ധാരാളമായി ഇവിടെ ചെറിയ ചെറിയ മീറ്റ്യൂറുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രോട്ടോ പ്ലാനറ്റുകൾ ഉണ്ടായിരുന്നു. ആ പ്രോട്ടോ പ്ലാനറ്റുകളുടെ പതനമൊക്കെ ഇപ്പോഴും നമുക്ക് കല്ലിസ്റ്റോയുടെ പ്രതലങ്ങളിൽ കാണാൻ സാധിക്കും. കല്ലിസ്റ്റോ നമുക്ക് പഠിക്കാനുള്ള ഒരു ലബോറട്ടറിയാണ്. പ്രാചീന കാലഘട്ടത്തിൽ ഗ്രഹങ്ങളുടെ പ്രതലം എങ്ങനെയായിരുന്നു, അതെങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കല്ലിസ്റ്റോയിലൂടെ പഠിക്കാൻ സാധിക്കും. യൂറോപ്പയിൽ ഉള്ളതുപോലെ തന്നെ കല്ലിസ്റ്റോയിലെ പ്രതലത്തിലും ധാരാളമായി ഐസ് പാളികളാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഐസ് പാളികളാണെന്ന് മാത്രം. ഇരുണ്ട നിറമാണ് അതിനുള്ളത്. ഇതിൻ്റെയും മധ്യഭാഗത്ത് ഒരു സബ് സർഫസ് ഓഷ്യൻ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ തക്കതായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ജൂപ്പിറ്റർ നമ്മുടെ ഭൂമിയുടെ ഒരു വലിയ സംരക്ഷകനാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. ഭൂമിയിൽ ജീവൻ ഉണ്ടാവാനുള്ള അനേകം കാരണങ്ങൾ ഒന്ന് ജൂപ്പിറ്ററിൻ്റെ സാന്നിധ്യമാണ്. ജൂപ്പിറ്റർ വളരെയധികം മാസ് അടങ്ങിയിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വളരെ വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ പരിസരത്ത് കൂടെ ഏതെങ്കിലും ഒരു കോമറ്റോ ആസ്ട്രോയിഡോ ഒരു മീറ്റിയോറോ കടന്നു പോവുകയാണെങ്കിൽ ഇത് വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പതിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പതിക്കാൻ സാധ്യതയുള്ള
പല മീറ്റിയോറുകളെയും കോമറ്റുകളെയും ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കോമറ്റാണ് 1994 ജൂപ്പിറ്ററിൽ ഇടിച്ചിറങ്ങിയത്. അതിൻ്റെ പേര് കോമറ്റ് ഷൂമേക്കർ ലെവി 9 എന്നാണ്. മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കൂട്ടിയിടിയായിരുന്നു അന്ന് നടന്നത്. അതിൻ്റെ പ്രത്യാഘാതം അത് അതിഭീകരമായിരുന്നു. കോമറ്റ് ഷൂമേക്കർ ലെവി 9 20 ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു മാറി. അതിലെ ഓരോ കഷ്ണത്തിനും ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന വ്യാസമുണ്ടായിരുന്നു. ജൂപ്പിറ്ററിലും അത് ചില അവശേഷിപ്പുകളൊക്കെ ബാക്കി വെച്ചു. ഇടിച്ച ഭാഗത്ത് ഒരു ഇരുണ്ട നിറം അല്ലെങ്കിൽ ഒരു കറുത്ത നിറം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കുറേയധികം മാസങ്ങളോളം ആ കറുത്ത നിറം അവിടെ ഉണ്ടായിരുന്നു. അന്നുണ്ടായ ആ കറുത്ത പാടിന് ഏകദേശം ഭൂമിയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കോമറ്റ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിലുള്ള പ്രത്യാഘാതം നമുക്ക് ഇതിലൂടെ തന്നെ ഊഹിക്കാൻ സാധിക്കും. ഭാഗ്യവശാൽ ഈ കൂട്ടിയിടി കാണാനും പഠനങ്ങൾ നടത്താനും നമുക്ക് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് അന്നുണ്ടായിരുന്നു. 1990 ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെ വിക്ഷേപിക്കുന്നത്. ആദ്യമായി ജൂപ്പിറ്ററിൻ്റെ അടുത്തൂടെ സഞ്ചരിച്ച പേടകം പൈനിയർ 10 ആയിരുന്നു. 1973 പൈനിയർ 10 ജൂപ്പിറ്ററിൻ്റെ വളരെ അരികിലൂടെ സഞ്ചരിച്ചത്. ഔട്ടർ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈനിയർ 10 വിക്ഷേപിച്ചത്. അന്ന് നമ്മൾ ആദ്യമായി ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ആ ദൃശ്യങ്ങൾ റെഡ് സ്പോട്ടിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം 1974 പൈനിയർ 11 ജൂപ്പിറ്ററിൻ്റെ വളരെ അരികിലൂടെ സഞ്ചരിച്ചു. അതിലൂടെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷനുകൾ നേടിയെടുക്കാൻ സാധിച്ചു. റേഡിയേഷൻ ബെൽറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനുകൾ, ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനുകൾ. ആ ഇൻഫർമേഷനിൽ നിന്നാണ് ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്രയും ശക്തമാണെന്നും അതങ്ങ് സാറ്റേൺ വരെ നീണ്ടു പോകുന്നുണ്ടെന്നും മനസ്സിലാക്കിയെടുത്തത്. 1979 വോയേജർ 1 ജൂപ്പിറ്ററിൻ്റെ വളരെ അരികിലൂടെ കടന്നുപോയിരുന്നു. ജൂപ്പിറ്ററിൻ്റെ വളരെ അരികിലൂടെ ജൂപ്പിറ്ററിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന അനവധി ചന്ദ്രന്മാരെ അന്ന് ആദ്യമായി കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചു. അയോ എന്ന ഉപഗ്രഹത്തിൽ സംഭവിക്കുന്ന വോൾക്കാനിക് ഇറപ്ഷൻ നേരിട്ട് കാണാനും നമുക്ക് സാധിച്ചു. 10 മണിക്കൂറോളം ദൈർഘ്യമുള്ള സമയത്ത് അവിടെ നിന്ന് ചിത്രീകരിച്ച അനവധി ചിത്രങ്ങൾ കൂട്ടിച്ചേർത്ത് നാസ പിന്നീടൊരു വീഡിയോ ദൃശ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മാസം കൂടി കഴിഞ്ഞ് വോയേജർ 2 ജൂപ്പിറ്ററിൻ്റെ അടുത്തൂടെ കടന്നുപോയി. 3 ഗലീലിയൻ മൂണുകളായ അയോ, യൂറോപ്പ, ഗനിമേഡെ ഇവയുടെ അരികിലൂടെ പറക്കാനും കൂടുതൽ ചിത്രങ്ങൾ ചിത്രീകരിക്കാനും വോയേജർ 2 സാധിച്ചിരുന്നു. 1992 ഉലൈസിസ് എന്ന പേടകവും ജൂപ്പിറ്ററിൻ്റെ വളരെ അരികിലൂടെ സഞ്ചരിച്ചിരുന്നു. പക്ഷേ ഉലൈസിസിൻ്റെ ലക്ഷ്യസ്ഥാനം ജൂപ്പിറ്റർ ആയിരുന്നില്ല, സോളാർ പഠനങ്ങളായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഗ്രാവിറ്റേഷണൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ജൂപ്പിറ്ററിൻ്റെ അരികിലൂടെ സഞ്ചരിച്ചത്. അങ്ങനെ അരികിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ജൂപ്പിറ്ററിൻ്റെ കാന്തിക വലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്താൻ ഉലൈസിസിന് അന്ന് സാധിച്ചിരുന്നു. 2000 കസീനിയും ജൂപ്പിറ്ററിൻ്റെ അരികിലൂടെ സഞ്ചരിച്ചു. കസീനിയുടെ ലക്ഷ്യസ്ഥാനവും ജൂപ്പിറ്റർ ആയിരുന്നില്ല, സാറ്റേണുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താനാണ് കസീനിയെ അയച്ചത്. ഗ്രാവിറ്റേഷണൽ അസിസ്റ്റൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജൂപ്പിറ്ററിൻ്റെ അരികിലൂടെ അന്ന് സഞ്ചരിച്ചത്. അരികിലൂടെ സഞ്ചരിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള ചില ചിത്രങ്ങൾ ചിത്രീകരിക്കാനും മാഗ്നറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പഠനങ്ങൾ നടത്താനും കസീനിക്ക് അന്ന് സാധിച്ചിരുന്നു. 2007 ന്യൂ ഹൊറൈസൺ എന്ന പേടകവും ജൂപ്പിറ്ററിൻ്റെ അരികിലൂടെ സഞ്ചരിച്ചിരുന്നു. അതിൻ്റെയും ലക്ഷ്യസ്ഥാനം ജൂപ്പിറ്റർ ആയിരുന്നില്ല, പ്ലൂട്ടോ ആയിരുന്നു. ഗ്രാവിറ്റേഷണൽ അസിസ്റ്റൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജൂപ്പിറ്ററിൻ്റെ അടുത്തൂടെ സഞ്ചരിച്ചത്. അതിനു പുറമെ ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഘടിപ്പിച്ചിരുന്ന വളരെ നൂതനമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ടൂളുകൾ, ആ ടൂളുകളൊന്ന് ടെസ്റ്റ് ചെയ്യണം, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിൻ്റെ പരിശോധനയുടെ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ജൂപ്പിറ്ററിൽ ചില പഠനങ്ങൾ നടത്താൻ സാധിച്ചു. ജൂപ്പിറ്ററിന് ചുറ്റുമുള്ള റിങ്ങുകൾ പഠനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഉപഗ്രഹമായിട്ടുള്ള അയോയിലും പഠനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് അത് പ്ലൂട്ടോയിലേക്കുള്ള സഞ്ചാരം തുടർന്നത്. ജൂപ്പിറ്ററിൽ എക്സ്ക്ലൂസീവായിട്ട് പഠനങ്ങൾ നടത്താനും നമ്മൾ പ്രത്യേകമായി സ്പേസ് ക്രാഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഗലീലിയോ. 1995 മുതൽ 2003 വരെയുള്ള കാലയളവിൽ ഗലീലിയോ ജൂപ്പിറ്ററിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് ഇൻഫർമേഷനുകൾ നമുക്ക് നേടിയെടുക്കാനും സാധിച്ചു. അതിലൊന്നാണ് യൂറോപ്പയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സബ് സർഫസ് ഓഷ്യൻ. അതിൻ്റെ എവിഡൻസ് നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഗലീലിയോയിലൂടെയാണ്. കൂടാതെ അയോയിൽ അടങ്ങിയിരിക്കുന്ന വോൾക്കാനോയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗനിമേഡയിൽ ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയതും ഗലീലിയോ ആയിരുന്നു.
രണ്ടാമത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മിഷനായിരുന്നു ജൂനോ. ജൂനോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത് ആവർത്തിക്കുന്നില്ല. ജ്യൂസ് എന്ന പേരിൽ 2023 യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു പേടകത്തെ അയച്ചിരുന്നു. 2031 ആകുമ്പോഴേക്കും അത് ജൂപ്പിറ്ററിൽ എത്തിച്ചേരും. ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹങ്ങളായിട്ടുള്ള യൂറോപ്പയിലും കല്ലിസ്റ്റോയിലും പഠനങ്ങൾ നടത്തുകയാണ് ജ്യൂസിൻ്റെ ലക്ഷ്യം. 2024 യൂറോപ്പ ക്ലിപ്പർ അയച്ചിരുന്നു. 2030 അത് അവിടെ എത്തിച്ചേരും. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒറോറ പ്രതിഭാസം സംഭവിക്കുന്നത് ജൂപ്പിറ്ററിലാണ്. ഭൂമിയിൽ നമുക്ക് ഒറോറ പ്രതിഭാസം കാണാൻ സാധിക്കും. ഉത്തര ധ്രുവത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ധ്രുവത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമാണ് ഭൂമിയിൽ ഒറോറ പ്രതിഭാസം സംഭവിക്കുന്നത്. ഭൂമിക്ക് ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ചാർജ് പാർട്ടിക്കിൾസിന് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് അങ്ങനെയൊന്നും കയറാൻ സാധിക്കില്ല. പക്ഷേ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളുടെ ചെറിയ ഭാഗത്ത് ഒരു ചെറിയ ഫണലുണ്ട്. ആ ഫണലിലൂടെ ഈ സോളാർ പാർട്ടിക്കിൾസിന് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇവ ചെറിയ തോതിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജനായിട്ടും ഓക്സിജനായിട്ടും ഇത് റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും നീല നിറത്തിലുമൊക്കെ ഒറോറ പ്രതിഭാസങ്ങൾ കാണാൻ സാധിക്കും. അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു പ്രതിഭാസമല്ല, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ജൂപ്പിറ്ററിലെ ഒറോറ പ്രതിഭാസം അത് പെർമനൻ്റ് ആയിട്ടുള്ള എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. എന്നാൽ അത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അവിടെ ഉണ്ടാകുന്നത് എക്സ്റേ അൾട്രാവയലറ്റ് രശ്മികളാണ്. പക്ഷേ ഒബ്സർവേറ്ററികളുടെ സഹായത്താൽ അത് നമുക്ക് കാണാനും പകർത്തിയെടുക്കാനും സാധിക്കും. ഭൂമിയിലുണ്ടാകുന്ന ഒറോറയിൽ നിന്ന് വ്യത്യസ്തമായി സൂര്യൻ്റെ ചാർജ് പാർട്ടിക്കിൾസ് കാരണമല്ല ജൂപ്പിറ്ററിൽ ഒറോറ ഉണ്ടാകുന്നത്. മറിച്ച് ജൂപ്പിറ്റർ ഉണ്ടാക്കുന്ന ശക്തമായിട്ടുള്ള കാന്തിക വലയം കാരണമാണ്. ഈ കാന്തിക വലയം അയോ ടോറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജൂപ്പിറ്ററിന് ചുറ്റുമുള്ള റിങ്ങുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അയോയിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള പദാർത്ഥങ്ങളായതുകൊണ്ടാണ് അയോ ടോറസ് എന്ന പേരിൽ അവ അറിയപ്പെടുന്നത്. ഈ പദാർത്ഥത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് സൾഫറാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൾഫറായിട്ടും ചെറിയ അളവിലുള്ള ഓക്സിജനായിട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സൾഫർ ഓക്സിജൻ അയോണുകൾ ഉണ്ടാകും. ഈ സൾഫർ ഓക്സിജൻ അയോണുകൾ ജൂപ്പിറ്ററിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഒറോറ ഉണ്ടാകുന്നത്. ഇത് എല്ലായ്പ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിനു പുറമെ ജൂപ്പിറ്ററിൻ്റെ ധ്രുവ പ്രദേശങ്ങൾ വളരെയധികം ചെറിയ അളവിൽ പോളാർ ഫ്ലെയറുകൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സൂര്യനാണ്. സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡാണ്. സോളാർ വിൻഡ് ധ്രുവ പ്രദേശങ്ങളിലുള്ള പദാർത്ഥങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഫ്ലെയർ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.